പേഴ്സണാലിറ്റി എന്നാൽ എന്താണ്? ഒരേ ജോലി എല്ലാവർക്കും യോജിക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് രണ്ട് വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കാം. ഒരാൾക്ക് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ വളരെ ഇഷ്ടമാണ്. മറ്റൊരാൾക്ക് ലൈബ്രറിയിൽ ഇരുന്ന് വായിക്കാനും റിസർച്ച് ചെയ്യാനും വളരെ ഇഷ്ടമാണ്. ഇതിൽ ആരാണ് ശരിയെന്ന് ചോദിച്ചാൽ രണ്ടുപേരും ശരിയാണ്. കാരണം അവരുടെ പേഴ്സണാലിറ്റികൾ വ്യത്യസ്തമാണ്. പല മാതാപിതാക്കളും ഈ തെറ്റ് ആവർത്തിക്കാറുണ്ട്. അടുത്ത വീട്ടിലെ കുട്ടി ഡോക്ടറായി, അതുകൊണ്ട് നീയുമാകണം. സുഹൃത്തിന്റെ മകന് IAS കിട്ടി, നിനക്ക് മാത്രം എന്തേ പറ്റാത്തത്? ഒരു കരിയറിൽ വിജയിക്കണമെങ്കിൽ ബുദ്ധി മാത്രം പോരാ, ആ കരിയറിന്റെ സ്വഭാവവും നമ്മുടെ പേഴ്സണാലിറ്റിയും പരസ്പരം പൊരുത്തപ്പെടണം. അല്ലെങ്കിൽ ഒരുപക്ഷെ ജോലി കിട്ടിയെങ്കിലും സന്തോഷം കിട്ടിയെന്ന് വരില്ല. കാരണം ഒരു കരിയർ എന്ന് പറയുന്നത് അടുത്ത 30-40 വർഷത്തെ നമ്മുടെ ജീവിതമാണ്. പേഴ്സണാലിറ്റി എന്നത് നമ്മൾ ലോകത്തോട് എങ്ങനെ ഇടപെടുന്നു എന്നതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ചിലർ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതിലൊരു ഊർജം കണ്ടെത്തുന്നു. എന്നാൽ മറ്റു ചിലർക്കാകട്ടെ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുമ്പോഴായിരിക്കും ഊർജം ലഭിക്കുന്നത്. രണ്ടും സാധാരണമാണ്, സ്വാഭാവികമാണ്. അതാണ് പേഴ്സണാലിറ്റിയുടെ വ്യത്യാസം. അതുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥി മികച്ച ടീച്ചറാകുന്നതും മറ്റൊരു വിദ്യാർത്ഥി മികച്ച സയന്റിസ്റ്റ് ആകുന്നതും മറ്റൊരാൾ മികച്ച നേതാവാകുന്നതും. ഒരു ജോലിയുടെ സ്വഭാവവും വ്യക്തിയുടെ പേഴ്സണാലിറ്റിയും പരസ്പരം യോജിക്കുമ്പോഴാണ് ജോലിയിൽ സന്തോഷവും മികച്ച പ്രകടനവും നടത്താൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ഏത് ജോലിക്കാണ് കൂടുതൽ ശമ്പളമെന്ന് മാത്രം നോക്കാതെ ഏത് ജോലിയുടെ സ്വഭാവമാണ് എൻ്റെ ജീവിത രീതിയുമായി ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. പരുന്തിനോട് നീന്താൻ പറയുന്നതും മീനിനോട് പറക്കാൻ പറയുന്നതും പോലെയുള്ള വിരോധാഭാസങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതല്ലേ? ഇതൊന്നും അവരുടെ തെറ്റുകൊണ്ടല്ലോ, അവരുടെ സ്വഭാവ വ്യത്യാസം കൊണ്ടല്ലേ? ഒരു വിദ്യാർത്ഥിയുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ഒരു ശരിയായ കരിയർ എന്നത് സ്വന്തം പേഴ്സണാലിറ്റിക്ക് ഏറ്റവും യോജിക്കുന്നതായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, കരിയർ തിരഞ്ഞെടുക്കുന്നത് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് പോലെ മാത്രമല്ല, ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നത് കൂടിയാണെന്ന്. ഓരോ വിദ്യാർത്ഥിയും കരിയർ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് സ്വന്തം പേഴ്സണാലിറ്റി സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാത്ത പക്ഷം ജീവിതകാലം മുഴുവൻ ഒരു ഫ്രസ്ട്രേഷനോട് കൂടിയുള്ള ജോലിയുമായി മുന്നോട്ട് പോകേണ്ട ദുരവസ്ഥ വരും. ഈ ദീർഘകാല സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും രഹസ്യം കരിയർ കണ്ടെത്താൻ വിഷമിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായി ഷെയർ ചെയ്തോളൂ. ഓരോ വിദ്യാർത്ഥിയും വ്യത്യസ്തമാണ്, അതിനാൽ ഓരോ കരിയറും വ്യത്യസ്തമായിരിക്കും. നാളത്തെ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം, ഇൻട്രോവേർട്ട് ആണോ, എക്സ്ട്രോവേർട്ട് ആണോ, ആംബിവേർട്ട് ആണോ, ഏത് പേഴ്സണാലിറ്റിക്ക് ഏത് കരിയറാണ് കൂടുതൽ യോജിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്